ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് വരാം. ഇന്നൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നമ്മുടെ ടോക്ക് സീരീസ് 25th സെഷനാണ്. ഓക്കെ, ടോക്ക് സീരീസിന്റെ 25th സെഷനാണ്. അപ്പം 25 എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും അതൊരു വലിയ നമ്പർ ഒന്നും അല്ല. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം 25 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻ അച്ചീവ്മെന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഇസ് എ പ്രൗഡ് മൊമെന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മള് വേറെ പല ആൾക്കാരെ നോക്കുമ്പോഴോ അല്ലെങ്കിൽ കമ്പയർ ചെയ്യുകയാണെങ്കിലോ ബാക്കിയുള്ളവർ ചെയ്ത വെച്ച വർക്കുകളൊക്കെ നോക്കുവാണെങ്കിൽ കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിപ്പോ എന്താ 25th ഇപ്പൊ എന്താ വലിയ കാര്യം, 25 ആയിട്ടല്ലേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ബട്ട് ഐ ഡിഡ് റീച്ച് 25 എന്നുള്ളതാണ് കാര്യം. കാരണം നമ്മുടെ സന്തോഷങ്ങള് നമ്മൾ പലപ്പോഴും വലിയ വലിയ സന്തോഷം വരാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് പലരും. ഞാനും ഒരു സമയത്ത് ഞാനും അങ്ങനെ വലിയ വലിയ കിട്ടിയാൽ മാത്രമേ നമ്മൾ സന്തോഷിക്കൂ. പക്ഷെ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമ്മുടെ വൈബ്രേഷൻസ് എപ്പോഴും ഹൈ ആയിരിക്കും. അപ്പം നല്ല വൈബ്രേഷൻ ഇരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. സോ ഓരോ അച്ചീവ്മെന്റ്സും അത് ചെറുതായാലും പോലും നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യണം. സോ ടുഡേ ഈസ് എ സെലിബ്രേറ്റിംഗ് ഡേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെലിബ്രേഷൻ ആണ്. കാരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, വാട്ട് ഷുഡ് ഐ ഗിവ് യു സ്പെഷ്യൽ ഇൻ ദിസ് 25th എന്ന് ഞാനിങ്ങനെ വിചാരിച്ചപ്പോൾ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതങ്ങനെ ഒരു വഴിക്ക് പോയി. ബട്ട് ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് ഞാൻ വിചാരിച്ചു ആഹ് എന്റെ ഞാനിപ്പോ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഈ 2 ഇയേഴ്സ് കഴിഞ്ഞപ്പം എനിക്ക് എന്റെ കുറച്ച് കാര്യം മീൻസ് ഞാൻ അനുഭവിച്ച കുറച്ച് മിറാക്കിൾസിലൂടെ, നമ്മൾ അനുഭവിച്ച കുറച്ച് അത്ഭുതങ്ങളിലൂടെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ എടുത്ത് പറയാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് നമ്മൾ മറ്റുള്ളവരുടെ ജേർണീസ് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാനും റെസനേറ്റ് ചെയ്യാനും എന്താണ് കാര്യങ്ങൾ, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം. സോ ഐ തോട്ട് ദാറ്റ് ഐ വിൽ ഷെയർ ദിസ് ജേർണി ടു യു. ഞാൻ എങ്ങനെ എത്തി അങ്ങനത്തെ കുറെ കാര്യങ്ങളല്ല, ബട്ട് എന്റെ ഈ ഒരു ജേർണിയിൽ ഉണ്ടായ കുറച്ച് 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 സംഭവങ്ങൾ ഞാനിങ്ങനെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് ടോക്ക് സീരീസ് തന്നെ തുടങ്ങാം. ഇനിയിപ്പോ ടോക്ക് സീരീസ് ഓൾമോസ്റ്റ് ഇപ്പൊ 1 ഇയർ ആയി, 1 ഇയർ ആവുന്നു. ഓൾമോസ്റ്റ് 9 മന്ത്സ് ആയി ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 9 മന്ത്സ് ആയി. 9 അല്ല, സോറി, ഓൾമോസ്റ്റ് 1 ഇയർ തന്നെ ആയി. എനിക്ക് തോന്നുന്നു ഫെബ്രുവരിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അങ്ങനെ നോക്കുമ്പം ആക്ച്വലി ഇപ്പൊ ഒരു 25 ഒക്കെ ക്രോസ് ചെയ്തൊരു കുറെ അങ്ങോട്ടേക്ക് നീങ്ങി ഒരു 15ന്റെ അടുത്തേക്കൊക്കെ എത്തേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ സംവെയർ ഞാനിത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പല സമയത്തും ഇതിലൊരു ബ്രേക്ക് വന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്തേണ്ട സ്ഥലത്ത് ഞാൻ എത്താതെ എന്നാൽ പോലും എന്താണ് ചെറിയ രീതിയിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റിയത്. ഇപ്പൊ ഞാനിപ്പോ ഒരു 50 ആണ് ഞാൻ എത്തേണ്ടതെങ്കിൽ 50 എത്തിയില്ലെങ്കിലും ഞാനിപ്പോൾ അതിന്റെ പകുതിയോളം ഞാൻ എത്തി. സോ അപ്പൊ ഇതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടോക്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാരണം നമ്മളിപ്പം ഇവിടെ ഈ ടോക്ക് സീരീസ് നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളിങ്ങനെ സെഷൻസ് കൊടുക്കണം. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്, ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് സെഷൻസ് ഒക്കെ കൊടുക്കണം, അതൊരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് കൊടുക്കണം. അപ്പൊ നമ്മൾ അന്നേ മനസ്സിലിട്ടതാണ്. ഞാൻ ഇറങ്ങി ഉടനെ തന്നെ ഫ്രീ ആയിട്ട് കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നോട് അത് ബ്രേക്ക് ചെയ്ത് പോയി. പിന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ ടോക്ക് സീരീസ് എന്നുള്ള ഒരു പേരിലാണ് പിന്നെ ഞാൻ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ തുടങ്ങുക എന്നുള്ളത് ആക്ച്വലി ഒരു വലിയ ചലഞ്ച് തന്നെയാണ് മിക്ക ആൾക്കാരും. അപ്പൊ ഞാൻ എന്റെ ടോക്ക് സീരീസിനെ കുറിച്ചാണെങ്കിൽ പറയുന്നെങ്കിൽ കൂടി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തുടങ്ങുക എന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഹാബിറ്റ് ചേഞ്ചിങ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു പുതിയ ചലഞ്ച് ഏറ്റെടുക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് ഇനി മുതൽ എന്നും ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കണം. ഓക്കെ, 5 AM ക്ലബ്ബ്, റോബിൻ ശർമ്മയുടെ 5 AM ക്ലബ്ബ് ഞാൻ വായിച്ചു മോട്ടിവേറ്റഡ് ആയി. ഇനി മുതൽ ഞാൻ എന്നും 5 മണിക്ക് ഞാൻ എഴുന്നേൽക്കും എന്ന് തീരുമാനം എടുത്ത കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാർക്ക് പക്ഷെ അവര് ഒരു ആദ്യത്തെ 2 ദിവസം ചിലപ്പോൾ 5 AM എണീക്കാൻ മതി, ചിലപ്പോൾ ഒരു 3 ദിവസം, ചിലപ്പോൾ 4 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച വരെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലെങ്കിൽ ശനിയാഴ്ച വരെ, മൺഡേ ടു ശനിയാഴ്ച വരെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, കറക്റ്റ് 5 മണിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ടാവും. പക്ഷെ ഞായറാഴ്ച ആകുമ്പോ അങ്ങനെ ചിന്തിക്കും, എന്ത്, ഓ ഇന്ന് ഞായറാഴ്ച അല്ലേ, എവിടെയും പോകാനൊന്നും, അന്ന് ഹോളിഡേ അല്ലേ, ഞാനൊന്ന് ഇന്ന് ഞാനൊരു 6 മണിക്ക് എഴുന്നേൽക്കാം എന്ന് ചിന്തിച്ച് അവരന്ന് 5 മണിക്ക് എഴുന്നേറ്റില്ല എന്ന് കൂട്ടിക്കും. അപ്പൊ പിറ്റേന്ന് മൺഡേ ആവുമ്പോ എന്ത് ചെയ്യും,
അവർക്ക് ചെറിയൊരു മടി അവരിലേക്ക് വരും. എന്താണെന്ന് അറിയാം, കാരണം ഞായറാഴ്ച നമ്മൾ ഇത് ബ്രേക്ക് ചെയ്തു. നമ്മൾ എന്ത് പാറ്റേൺ ആണോ നമ്മൾ പുതിയതായിട്ട് ഫോം ചെയ്യാൻ വിചാരിച്ചത്, ആ പാറ്റേണിൽ നമ്മൾ ചെറിയൊരു ബ്രേക്കിംഗ് നടത്തി അല്ലെ. അപ്പൊ എന്താണ്, പിന്നെയും തിരിച്ച് നമ്മുടെ പഴയ ശീലത്തിലേക്ക് കൂടുതൽ കൂടുതൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ നമ്മൾ എങ്ങനെ എവിടെയെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു ബ്രേക്ക് വരികയാണെങ്കിൽ, യുനോ നമ്മൾ പഴയതിലേക്ക്, പഴയ ഓൾഡ് വേസിലേക്ക്, നമ്മളെ പഴയ ഹാബിറ്റ്സിലേക്ക്, പഴയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് തുടരുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ദാറ്റ് ഇസ് കൺസിസ്റ്റൻസി ഈസ് എ വെരി ബിഗ് തിങ്. അതൊരു കീ പോയിന്റ് ആണ്. ഇപ്പൊ CR7 എടുത്ത് നോക്കുമ്പോൾ ഏതൊരു ഇന്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. CR7 ഏറ്റവും വലിയ മുറുകെ പിടിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി എന്നതാണ്. എന്ത് വന്നാലും എന്ത് മല മറിഞ്ഞാലും ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്റെ എക്സസൈസ് ഞാൻ മുടക്കം വരുത്തില്ല എന്നുള്ള ആ ഒരു ഡിറ്റർമിനേഷൻ, ആ ഒരു കൺസിസ്റ്റൻസി, അതാണ് CR7 സംബന്ധിച്ചിടത്തോളം ദാറ്റ് മേക്സ് ഹിം കീപ് ബെസ്റ്റ് ഇൻ ദി വേൾഡ്. അപ്പൊ ഫുട്ബോൾ പ്ലെയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്കാനും ഏറ്റവും ഗ്രേറ്റ് ആക്കി നിർത്താനും ആ ഒരു ഫാക്ടറാണ് CR7 ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ ലൈഫിലും എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, ഓക്കെ, അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും. നമ്മൾ ഒരു കാര്യം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തുടരാനുള്ളത് നമുക്ക് പറ്റണം. ആ തുടർച്ചയിലാണ് വലിയ വലിയ വിജയങ്ങൾ നമ്മളെ പിന്തുടരുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു തുടങ്ങി വെച്ച ഒരു കാര്യം പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിച്ചു പോകും. അത് ആക്ച്വലി ഉപേക്ഷിക്കാനുണ്ടാകുന്ന പല കാരണങ്ങൾ ഉണ്ടായിരിക്കാം. ആ പല കാരണങ്ങൾ എന്തുമോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ അവിടെ ഉപേക്ഷിക്കുമ്പോൾ ആക്ച്വലി വി ആർ കണക്ടിങ് അവർ കണക്ഷൻ, അല്ലെങ്കിൽ വി ആർ ഡിസ്കണക്ടിങ് അവർ കണക്ഷൻ വിത്ത് സെൽഫ്. നമ്മൾ എന്തോന്ന് മാറാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്തോന്ന് ആവാനായിട്ട് ആഗ്രഹിക്കുന്നു, നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, ആ ഒരു മൂഡിലേക്ക് നമ്മൾ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ അവിടെ നമ്മളൊരു ബ്രേക്ക് വരുത്തുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മളോടുള്ള ട്രസ്റ്റിനെയാണ് നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. ഒരു എക്സാമിന്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ആ ഒരു ഇത്ര റാങ്കിന്റെ ഉള്ളിൽ എത്തുക എന്നുള്ളത്. കാരണം അത് എത്തിക്കഴിഞ്ഞാലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ വിജയികളാവുക എന്നുള്ളത്. അപ്പൊ അത് എത്തിക്കഴിഞ്ഞാലേ അവർക്ക് അവർ സക്സസ് ആവുള്ളൂ. പക്ഷെ ആ എത്തുന്നതിന് മുന്നേ തന്നെ ആ ലക്ഷ്യത്തിൽ ഒരു കട്ട് പറഞ്ഞാല്, സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് പറയല്ലോ. അപ്പൊ കട്ട് പറഞ്ഞാല് പിന്നെ എപ്പോഴാണ് അവർക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുക? അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ നിന്നും അവർ വൈകി പോകും. ഏതുപോലെ, ഞാൻ പറഞ്ഞ പോലെ, ഞാൻ ടോപ്പ് സീരീസ് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 ഇയർ ആയി. പക്ഷെ 1 ഇയർ ആയപ്പോൾ ഞാൻ എന്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഞാൻ തീരെ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു അല്ലെ. ഞാൻ കുറച്ച് കഴിയും, പിന്നെ ഒരു ബ്രേക്ക് വരും. ആ ബ്രേക്ക് വരാനുള്ള കാരണം ചിലപ്പോൾ ഒരു പക്ഷെ ഞാൻ ടൂർ പോയതായിരിക്കും. അപ്പൊ ഒരു 10 ദിവസം, ഞാൻ ഇതിന്റെ അടുത്ത് ഒരു 10 ദിവസം കാശ്മീരിൽ ടൂർ പോയപ്പോൾ ഞാൻ ഇത് സ്റ്റോപ്പാക്കി. പിന്നെ തിരിച്ചു വരുമ്പോൾ പിന്നെ എനിക്കൊരു മടി ഇത് തുടങ്ങാൻ. ഒരു 2 ആഴ്ച, ഒരു അടുത്ത ആഴ്ച വരുമ്പോൾ നെക്സ്റ്റ് വീക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാനുണ്ട്, അത് കഴിഞ്ഞിട്ട് തുടങ്ങും. ഇനി അടുത്ത ആഴ്ച വരും, ഒന്നും കൂടി ഒന്ന് ശരിയാവാനുണ്ട്, സെറ്റിൽ ആക്കാനുണ്ട്, എന്നിട്ട് അടുത്ത ആഴ്ച കഴിയും. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എവിടേക്കോ ഇങ്ങനെ മടി പിടിച്ച് പോകും എന്നുള്ളതാണ്. സോ എന്തെങ്കിലും നിങ്ങൾ ഒരു കാര്യം തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങളിപ്പോ ഒരു ചിലർ കാണാം, പിന്നെ ഞാൻ അറിയുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അതായത് ഷി വാണ്ട് ടു ബിക്കം ആൻ എന്റർപ്രണർ. അപ്പൊ ഫസ്റ്റിൽ അവർ എന്ത് ചെയ്തു, ഈ സ്റ്റിച്ചിങ്ങിന് പോയി. സ്റ്റിച്ചിങ് പഠിക്കാൻ പോയിട്ട് അപ്പൊ സ്റ്റിച്ചിങ്ങിന്റെ പരിപാടികളിൽ ഏർപ്പെട്ടിട്ട് പുതിയ തയ്യൽ മെഷീനൊക്കെ വാങ്ങി പുതിയ ഓർഡറുകളൊക്കെ എടുത്തിട്ട് അങ്ങനെ വിൽക്കാനൊക്കെ തുടങ്ങി. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷെ അതിന്റെ അടുത്ത് അവരെന്ത് ചെയ്ത്, അവർക്കൊരു മടുപ്പ് വന്ന്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആവൂല എന്ന് തോന്നിപ്പോയപ്പം എന്ത് ചെയ്തു, അവരത് സ്റ്റോപ്പ് ചെയ്തു. അത് അവരങ്ങനെ. പിന്നെ അവർക്ക് തോന്നുകയാണ്, ഇനി ഞാൻ കുറച്ചു കാലം ഒരു കേക്ക് ഉണ്ടാക്കട്ടെ. കേക്ക് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയായിരിക്കില്ലേ? അപ്പം ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ഡിമാൻഡ്. അപ്പൊ എല്ലാ പരിപാടിക്കും കേക്ക് ഇല്ലാത്തൊരു പരിപാടിയില്ല, ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും. അങ്ങനെ അവരെന്ത് ചെയ്തു, കേക്ക് ഉണ്ടാക്കുന്നത് പഠിക്കാൻ പോയിട്ട് കുറച്ചു കാലം കേക്ക് ബിസിനസ് ചെയ്തു. അതും ഈ പറഞ്ഞ പോലെ കുറച്ചു കാലം ചെയ്തു, പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ കുറച്ചു കാലം ഡ്രൈവിംഗ് പഠിക്കണം എന്ന ആശയത്തില് ഡ്രൈവിംഗ് പഠിക്കാൻ പോയി. അപ്പം ഇത് പക്ഷെ അത് ലൈസൻസിലേക്ക് എത്തില്ല. അപ്പൊ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തുടങ്ങി വെക്കുന്നു, പിന്നെ മുറിയുന്നു. ഓരോ കാര്യങ്ങൾ തുടങ്ങുന്നു, മുറിയുന്നു, തുടങ്ങുന്നു, മുറിയുന്നു. പക്ഷെ അവർക്കത് തുടർന്നു കൊണ്ടാ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എന്താണ്, വാട്ട് ഈസ് യുവർ ലക്ഷ്യം, എന്താണ് നിങ്ങളെ ഗോള് എന്ന് ആദ്യം സെറ്റ് ആക്കി നിങ്ങൾ ആ ഗോളിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ, തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അതിന് വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് മുന്നോട്ടേക്ക് പോകാന്നുള്ളത്. കീപ് കൺസിസ്റ്റൻസി. അതിൽ വലിയൊരു സക്സസ് ഫാക്ടർ ഉണ്ട്, അതിൽ വലിയൊരു വിജയ മന്ത്രം ഉണ്ട് എന്നുള്ളതാണ്.
അപ്പൊ ഏതൊരാളും എത്ര ടാലന്റ് ഇല്ല എന്ന് പറഞ്ഞാലും ഈ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് മുന്നോട്ട് നമ്മളുണ്ടല്ലോ ബേബി സ്റ്റെപ്സ് എന്ന് പറയും. അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുത്ത് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എന്നും ചെയ്തു പോവുകയാണെങ്കിൽ അവർക്ക് അവരതിലൊരു മാസ്റ്ററായി മാറും. ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ എന്റെ കേസ് ഇങ്ങനെ പറയുമ്പോൾ എന്റെ ടോക്സ് സീരീസിന്റെ കഥ പറഞ്ഞാണല്ലോ ഞാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാല് എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് വന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ ഞാൻ എന്റെ ഈ ഒരു ലിമിറ്റേഷൻ മനസ്സിലാക്കി ഞാനത് എന്ത് ചെയ്തു? ഫുള്ള് റീസ്റ്റാർട്ട് ചെയ്തു. അതായത് ഫുള്ള് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ആ റീസ്റ്റാർട്ട് ബട്ടൺ അമർത്തിയതിന് ശേഷം പിന്നെ എനിക്ക് ഒരു സ്റ്റോപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും എന്റെ ചിന്തകൾ ഇങ്ങനെ പോകും. എന്റെ ക്ലാസ്സിൽ പിന്നെ പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്ര ആൾക്കാരാണ് ഒരു പക്ഷെ ലൈവിൽ വന്നോളുന്നില്ല. പലർക്കും പല ടൈം ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ റെക്കോർഡിങ്സ് കൊടുക്കുമ്പോൾ റെക്കോർഡിങ്സ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പൊ ഈ ടോക്സിറ്റിക്ക് തുടങ്ങിയ സമയത്ത് ചില സമയത്ത് ആൾക്കാരുണ്ടാകും പറയുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഇതിപ്പോ തുടർന്ന് പോകണം, എന്താണ് ഇപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ? ആരും ഫീഡ്ബാക്കും പറയുന്നില്ല, ആരും ഒന്നും പറയുന്നുമില്ല, ഞാനിപ്പോ ഇതൊക്കെ ചെയ്യണം, എന്തിനപ്പൊ ഞാനിത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ചിന്തകൾ നമ്മളെ മനസ്സിലൂടെ പോകുമ്പോൾ ഞാനിങ്ങനെ വെറുതെ ചെറിയൊരു തോട്ടായിട്ട് പോകുന്നതായിരിക്കും. പക്ഷെ അതിന്റെ റിപ്ലൈ എന്ന പോലെ എനിക്ക് പിന്നെ എന്ത് ചെയ്യും, ചിലർ ഈ റെക്കോർഡിങ്സ് ഒക്കെ കണ്ടിട്ട് പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറയും നിങ്ങളുടെ സെഷൻസ് എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ അത് എനിക്ക് വേണ്ട കാര്യമായിരുന്നു, ആ കറക്റ്റ് പോയിന്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടി, നിങ്ങളുടെ സെഷനിൽ എപ്പോ വന്ന് ഇരുന്ന് കേട്ടാലും എനിക്ക് പല 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 കാര്യങ്ങൾ കിട്ടാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ വന്ന് പറയും. ചിലര് വളരെ രസമാണ്. ഇത്രയും 25 ടോക്സ് വരെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഒരാള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരാള് ഒറ്റ പ്രാവശ്യം കയറിയിട്ടുള്ളൂ. അത് ഞാൻ അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒറ്റ പ്രാവശ്യം കയറിയ സമയത്ത് തന്നെ ഇവര് പറയുന്നുണ്ട്. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവർ ഇങ്ങനെ ഫീഡ്ബാക്ക് പറയാൻ പറഞ്ഞപ്പോൾ അവര് പറയാണ് പിന്നെ ഞാൻ എന്തിനാ കയറിയത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ എന്റെ ലിങ്ക് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് കയറിയതാണ്, പക്ഷെ കയറിയപ്പോ ഞാൻ എന്താണോ തേടുന്നത്, വാട്ട് ഐ വാസ് സീക്കിങ്, അതിനുള്ള ഉത്തരം ഈ സെഷനിൽ എനിക്ക് കിട്ടി. അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കാൻ, അതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ആണ് ഈ സെഷനിൽ ഇരുന്നപ്പോ എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ പോലും അത്ഭുതപ്പെട്ടു. ഇപ്പൊ കുറെ അത്ഭുതങ്ങൾ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാല് അവൾ എന്നോട് അവളുടെ പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞില്ല, അവള് ഫേസ് ചെയ്യുന്ന ചലഞ്ച് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കത് അറിയില്ല. അവക്ക് ഞാൻ എന്ത് ക്ലാസ് ആണോ ഇവിടെ എടുക്കാൻ പോകുന്നത്, എന്ത് മെഡിറ്റേഷൻ ആണോ ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്, ഒന്നും ഞാൻ അവളോടോ അവൾ എന്നോടോ പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും എന്ത് സംഭവിച്ചു വെച്ചാല് അത് അവിടെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് അവക്ക് വേണ്ടത് കിട്ടി, ഞാൻ അതിനൊരു കാരണമായി എന്നുള്ളതാണ്. സോ ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ വാട്ട് എവർ ബി ദി നമ്പർ ഓഫ് പീപ്പിൾ വ്യൂയിങ് ദിസ്, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇവരൊക്കെ കാണുന്നതിൽ അവർക്ക് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഓക്കെ. ഇത് കേൾക്കുമ്പോൾ ഇവർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇവിടെ വന്ന് കാണുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ഫാക്ടർ, അതായത് തുടർന്ന് കൊണ്ടുപോകാനുള്ള ഞാൻ എങ്ങനെ എനിക്ക് ഒരു പ്രചോദനം കിട്ടി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ വൈ ഫാക്ടറിലേക്കാണ് പോയത്. അതായത് എന്റെ ഇന്റൻഷനിലേക്ക് ഞാൻ എന്തിനാണ് ഇത് തുടങ്ങുന്നത്. അതായത് 100 ഫ്രീ സെഷൻസ് നിങ്ങൾ എടുക്കണം, ഇത് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നതുകൊണ്ട് മാത്രം, ആ ഒരു അന്നത് കൊണ്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണോ ഞാനിത് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ ഡു ഐ ഹാവ് എ ബെറ്റർ ഇന്റൻഷൻ, അല്ലെങ്കിൽ ഇതിന്റെ പിന്നിലുള്ള എന്റെ പ്യൂരിറ്റി എന്താണ്, പ്യൂരിറ്റി ഓഫ് ഇന്റൻഷൻ എന്താണ് എന്ന് ഞാൻ ചെക്ക് ചെയ്യും. സോ ഐ മെയ്ഡ് ഇറ്റ് ക്ലിയർ എന്നുള്ളതാണ്. ഞാൻ അത് സെറ്റാക്കി, അത് ക്ലിയർ ആക്കി, എന്റെ കറക്റ്റ് വിഷനും മിഷനും സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഈ ക്ലാസ്സുകൾ ഒന്നും കൂടെ സെറ്റ് ആക്കി എടുക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ഒരിക്കൽ പോലും ഐ നെവർ ഫെൽറ്റ് ലോ എനർജി. എനിക്ക് ഒരിക്കലും ലോ ആയി നിൽക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഐ നോ വാട്ട് ഐ എം ഡൂയിങ്, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം, ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. ഇനിയിപ്പൊ ആര് വന്നിട്ട് ഫീഡ്ബാക്ക് പറഞ്ഞില്ലെങ്കിലും, ആര് വന്നിട്ട് നല്ലത് പറഞ്ഞിട്ടില്ലെങ്കിലും, ഇനിയിപ്പോ സെഷൻ കേൾക്കാൻ ആരും ഇല്ലെങ്കിൽ പോലും ഐ വിൽ ടേക്ക് ദിസ് സെഷൻ എന്നുള്ളതാണ്. കാരണം ഐ ആം ഇന്റൻഡഡ് ടു ഡു ദിസ്. ഇതാണ് എന്റെ പർപ്പസ്, ഇതാണ് എന്റെ ദൗത്യം. സോ ഐ ഹാവ് ടു ഡു ദിസ്. അപ്പം ഞാൻ എത്തേണ്ട ആൾക്കാരിലേക്ക് ഞാൻ എത്തിപ്പെടും. എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നിലേക്ക് വന്നു ചേരുകയും ചെയ്യും. സോ ഈ ഒരു ജേർണി ഞാൻ തുടർന്ന് എന്ത് വന്നാലും വേണ്ടില്ല, ഐ വിൽ മൂവ് ഓൺ ഇൻ ദിസ് ജേർണി എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നിന്നും ഞാനത് എടുക്കുമ്പോൾ, ഞാനത് ചെയ്യുമ്പോൾ ഈ സെഷൻസിന് എന്നും ഒരു തുടർച്ചയുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ തുടർച്ച ഉണ്ടാവുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് വൺ ഡേ വൺ ഡേ ഐ വിൽ ബിക്കം മാസ്റ്റർ ഓഫ് ദിസ്. ആൻഡ് വൺ ഡേ എന്താണ് ഞാൻ എന്റെ സക്സസിലേക്ക്, എന്റെ വിജയത്തിലേക്ക് ഞാൻ എത്തും എന്നുള്ളതാണ്. ബിക്കോസ് വാട്ട് ഐ ഹോൾഡ് ഇൻ ദിസ് ഇസ് ദാറ്റ്
കാര്യം ഞാൻ ഇതിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോ, ദിസ് കൺസിസ്റ്റൻസി ദിസ് കൺസിസ്റ്റൻസി ഫാക്ടർ ആൻഡ് ഇന്റൻഷൻ ഓഫ് ദിസ് തിങ്. ഞാൻ ചെയ്യുന്ന കാര്യത്തിലെ ഇന്റൻഷനും അതിന്റെ വൈ ഫാക്ടറും ഞാൻ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും എന്നെ അതിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്, എന്നെ അതിനെ മാസ്റ്ററിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. ഇതിപ്പോ എന്റെ കേസ് പറയുകയാണെങ്കിലും യു ക്യാൻ റെസനേറ്റ് വിത്ത് യുവർ ലൈഫ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് തട്ടിച്ചു നോക്കാവുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് അതിങ്ങനെ ചെയ്തു പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ റാങ്ക് നേടി ആ ഒരു എക്സാം പാസ്സാവും എന്നുള്ളതാണ്. നിങ്ങൾ തുടർച്ച നിങ്ങൾക്ക് 5 മണിക്ക് എന്നും എഴുന്നേക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, നിങ്ങൾ അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ഓരോ കുഞ്ഞു സ്റ്റെപ്പും, നമ്മൾ എടുക്കുന്ന ഓരോ ചെറിയ ആക്ഷൻസും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഒരിക്കൽ പോലും നിങ്ങൾ ഒന്നിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും വളരെ അതിയായി ചെയ്യാൻ ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറാവുകയാണെങ്കിൽ ഡോണ്ട് ഗെറ്റ് ബാക്ക്. ഓക്കെ, അതിൽ നിന്നും ഒരിക്കലും പിന്തിരിയാതെ തുടർച്ചയോട് കൂടിയിട്ട് അത് ചെയ്തു പോവുക എന്നുള്ളതാണ് വാട്ട് യു ഹാവ് ടു. അതിൽ തന്നെ ഒരുപാട് സക്സസ് ഉണ്ട്. അപ്പൊ ചിലർ വിചാരിക്കും ഇതൊക്കെ കുറെ ആയി തുടങ്ങിയിട്ട് ഇതൊന്നും എവിടെയും പച്ച പിടിക്കുന്നില്ല, ഇതിപ്പോ എന്താ ചെയ്യാ, ഇതിപ്പോ ഞാൻ ആകെ കൺഫ്യൂഷൻ, ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോയാലോ. ഇപ്പൊ ചില ബിസിനസ്സുകാർ പുതിയ ബിസിനസ് ഭയങ്കര ആവേശത്തോട് കൂടിയിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങും. അപ്പം ഇവർക്ക് എന്താണ്, തുടക്കത്തിൽ ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ എന്താണ്, ഇവർ വിചാരിച്ച രീതിയിലുള്ള, ഇവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള കാര്യങ്ങളിലെ പോലെ എല്ലാം നടക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്താവും, ഇവർക്ക് മനം മടുക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ഇവർ നാച്ചുറലി ഡ്രോപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, വൈ ഡിഡ് യു സ്റ്റാർട്ടഡ്, നിങ്ങളുടെ ഇന്റൻഷൻ എന്താണ്. ആ സ്റ്റാർട്ടിംഗ് ഫാക്ടർ, ആ ഒരു വൈ ഫാക്ടർ ക്ലിയർ ആണെങ്കിൽ വാട്ട് എവർ മേ ബി ഹാപ്പനിങ് അറൌണ്ട് യു, അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ അതിലെ വിജയത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ നമ്മളിപ്പോ ഒരുപാട് സക്സസ് സ്റ്റോറീസ് കേൾക്കാറുണ്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ കാണാറുണ്ട്. അവരൊന്നും ഒറ്റ രാത്രി കൊണ്ട് വിജയിച്ചവരല്ല, ആരും സ്വർണ്ണക്കരണ്ടി കൊണ്ട് ഇങ്ങോട്ട് ജനിച്ചു വീണത്. ഇവരൊക്കെ പല 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 ഹാർഡ്ഷിപ്പിലൂടെ, പല 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 ചാലഞ്ചസിലൂടെ കടന്നു വന്നിട്ടാണ് ഇന്നത്തെ നിലയിൽ നമ്മൾ കാണുന്ന രീതിയിൽ അവര് സക്സസ്ഫുൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ നമുക്ക് എന്താണോ ആഗ്രഹം, നമ്മൾ എവിടെയാണോ എത്താൻ നമ്മൾ നിശ്ചയിച്ചു വെച്ച് വാട്ട് ഈസ് അവർ ഗോൾ എന്ന് ഫിക്സ് ആക്കി നമ്മൾ അതിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ എത്തും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൽപ്പന ചൗളന്റെ കേസ് എടുത്തു. കൽപ്പന ചൗള നമുക്കറിയാലേ, ആസ്ട്രോനോട്ട്, എയറോസ്പേസ് എഞ്ചിനീയർ ആണ് അല്ലെ, എയറോസ്പേസ് എഞ്ചിനീയർ ആണ്. അപ്പൊ കൽപ്പന ചൗള അന്ന് പഠിക്കുന്ന സമയത്ത് വെൻ ഷി വാസ് യങ്, ഒരിക്കൽ പോലും വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലായിരുന്നു. എന്തിന്, ആദ്യമായിട്ട് അച്ഛനോട് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോവാണ് എന്ന് പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അത് നമ്മളെ പെൺകുട്ടികൾക്ക് പറ്റിയ പണിയല്ല, നീ ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ടീച്ചറോ ഒക്കെ ആയിക്കോ, എഞ്ചിനീയറിംഗ് എന്നുള്ള പറയുന്നത് നമുക്ക് പറ്റിയ പണിയല്ല, പെൺകുട്ടിക്ക്, അതായത് പെൺകുട്ടിക്ക് പറ്റിയ പണിയല്ല, നീ അതിന് പോകണ്ടെന്നായിരുന്നു അച്ഛന്റെ റെസ്പോൺസ് എന്നുള്ളത്. പക്ഷെ കൽപ്പന ചൗളക്ക് അറിയായിരുന്നു എഞ്ചിനീയറിംഗ് ആണ് എനിക്ക് താല്പര്യം. സോ ഷി ഓപ്റ്റഡ് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്തത് എന്നുള്ളത്. പക്ഷെ ഈ കോളേജിൽ എത്തി കഴിഞ്ഞപ്പോഴും അവിടുത്തെ പ്രൊഫസേഴ്സ് പറയുന്നുണ്ട്, പിന്നെ എന്താണ്, നീ മെക്കാനിക്കൽ ചെയ്യണ്ട, പകരം നീ എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു, കാരണം പെൺകുട്ടികൾക്ക് അതാണ് നല്ലതെന്ന് അവിടുന്ന് എന്ത് പറയുന്നുണ്ട്, പ്രൊഫസേഴ്സിന്റെ എന്താണ് സജഷൻസ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും കേൾക്കാതെ എന്താണോ തന്റെ ആഗ്രഹം അതിലേക്ക് തന്നെ ലക്ഷ്യം വെച്ചിട്ട് കൽപ്പന ചൗള മുന്നോട്ടേക്ക് പോവാണ്. ബിക്കോസ് ഷീ നോ വാട്ട് ഷീ വാണ്ടഡ് എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം ഇത് തുടർന്ന് പഠിക്കാൻ, അവിടുന്നാണ് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം വരുന്നതും ഇത് തുടർന്ന് പഠിക്കാനും ഒക്കെ പിന്നെ യു എസിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പോഴും അച്ഛനോട് പറഞ്ഞപ്പോ അച്ഛൻ സമ്മതിച്ചിട്ടില്ല. ഓക്കെ, മീൻസ് നീ എന്ത്, ഇത് ഒരു പെൺകുട്ടികൾക്ക് പറഞ്ഞ ജോലിയല്ല എന്നുള്ള മൂഡിലായിരുന്നു അച്ഛൻ. പക്ഷെ പിന്നെ യു എസിലേക്ക് പോയി അവിടുന്ന് പഠിച്ചു, പിന്നെ നാസന്റെ 2 മിഷനിൽ ആവാൻ കഴിഞ്ഞു. അങ്ങനെ പല പല അച്ചീവ്മെന്റ്സ് കൽപ്പന ചൗളക്ക് നേടാൻ പറ്റി എന്നുള്ളതാണ്. ബിക്കോസ് ഷീ ബിലീവ്ഡ് ഇൻ ഹെർസെൽഫ് ആൻഡ് ഷീ ന്യൂ വാട്ട് ഷീ വാണ്ടഡ്. അതേപോലെ തന്നെ എന്താണോ ആവശ്യമുള്ളത് അതിലേക്ക് തുടർച്ചയായിട്ട് കാൽവെപ്പുകൾ എടുത്തു, അതിനു വേണ്ടിയിട്ട് പഠിച്ചു, പരിശ്രമിച്ചു എന്നുള്ളതാണ്. സോ നമ്മളൊക്കെ ഇതാണ് ചെയ്യേണ്ടത്, നമ്മളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. എന്ത്, നമുക്ക് എന്താണോ വേണ്ടത് എന്ന് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ എന്നുള്ളത്. സോ അത് പറയുമ്പോൾ ഐ ആം ഓൾസോ ഇൻ എ വിഷൻ, എനിക്കും എന്തൊക്കെ വ്യക്തമായ വിഷനും ഉള്ളത് കൊണ്ട് ഞാനും എന്റെ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ്. സോ ഐ എം വെരി പ്രൗഡ് അറ്റ് ദിസ് മൊമെന്റ് ദാറ്റ്
ഞാൻ എൻ്റെ 25th ടോപ്പ് സീരീസിൽ എത്തി എന്നുള്ളതാണ്. അപ്പം ഇതെല്ലാം ഇങ്ങനെ ഈ ഒരു 25th എത്തി നിൽക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ ഏതാന്നൊന്നും അറിയില്ലെങ്കിലും ഫീഡ്ബാക്സ് കിട്ടിയില്ല മീൻസ് ചോദിച്ചാലും പലർക്കും പറയാനും മടിയായിരിക്കും, കോൺടാക്ട് ചെയ്യാനും മടിയായിരിക്കും, ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിൽ കൂടി അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കിട്ടുന്ന ചെറിയ ചെറിയ സ്ട്രോക്സ് ഉണ്ട്. അതായത് ഇത് നല്ലതാണ്, ഇതിന്റെ ക്ലാസ് അടിപൊളിയാണ്, അല്ലെങ്കിൽ നീ മുന്നോട്ടേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ട്രോക്സ് കിട്ടും. അത് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ഊർജ്ജം തരും. അപ്പൊ ആ ഒരു ഊർജ്ജത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തു നിൽക്കാറൊന്നുമില്ല. ബട്ട് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടോ അത് തുടരണോ എന്ന ചെറിയൊരു തോട്ട് വരുമ്പോഴത്തേനും ഇത് നിർത്താനായിട്ടില്ല, യു ഹാവ് ടു കണ്ടിന്യൂ എന്നുള്ള മൂഡില് നമുക്ക് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ യൂണിവേഴ്സിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് എനിക്ക് മാത്രം നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇങ്ങനെയാണ് ഡീകോഡ് ചെയ്യുക, ഇത് ഇങ്ങനെയാണ് വരുന്നതൊക്കെ. ഇത് എല്ലാവർക്കും കിട്ടുന്ന മെസ്സേജാണ്, യൂണിവേഴ്സിൽ നിന്നും എല്ലാവർക്കും മെസ്സേജുകൾ കിട്ടും. ബട്ട് യു ഹാവ് ടു ബി ഓപ്പൺ ടു റിസീവ് എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഓപ്പൺ ആയിട്ട് നിന്നാല് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഇപ്പോ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പൊ ഞാനിപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്റെ മെഡിറ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൂന്നാമത്തെ ബാച്ച് ഇപ്പം ഈ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പൊ എന്റെ ആദ്യത്തെ മെഡിറ്റേഷൻ ബാച്ചില് ഞാനിങ്ങനെ ആദ്യത്തെ ഞാൻ ഫ്രീ ആയിട്ടായിരുന്നു കൊടുത്തത്. അപ്പം ഈ ആദ്യത്തെ മെഡിറ്റേഷൻ ബാച്ചില് ഞാനിങ്ങനെ രജിസ്റ്റർ ചെയ്തത് ഒരു 20ഓളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 20ഓളം ആൾക്കാരിൽ പക്ഷെ ഡെയിലി വരുന്നത് 2 3 ആൾക്കാരാണ്. അപ്പൊ ഞാനിങ്ങനെ എന്നും അവര് വരുന്നതല്ലേ, അപ്പൊ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഞാനും കുക്കും അവരും വന്നിരിക്കും. ഒറ്റ ദിവസം പോലും മുടങ്ങാതെ അവരും ഇങ്ങനെ വന്നിരിക്കും. അപ്പൊ ഒരു അഞ്ചാമത്തെ ദിവസമൊക്കെ ആയപ്പം എന്താ ഇപ്പൊ ഇത്, ഇവരൊന്നും പറയുന്നുമില്ല, അങ്ങനെ ഒരു മൂഡിലായിരുന്നു. അപ്പം ഞാനിപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ള ഒരു മൂഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അഞ്ചാമത്തെ ദിവസത്തോട് കൂടിയിട്ട് നിർത്തിയാലോ? അപ്പൊ ഒരെണ്ണം ഇല്ല ഇല്ല ഇല്ല, നിർത്തണ്ട, നമുക്കിത് 2 ദിവസം കൂടി കണ്ടിന്യൂ ചെയ്യാം, കാരണം 7 ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പൊ ഞാൻ ഓക്കെ, അവരങ്ങനെ പറയണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും 2 ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ സൺഡേ ഇത് സ്റ്റോപ്പായി. അപ്പൊ അന്നാണ് ഞാൻ ശരിയായിട്ടുള്ള ഫീഡ്ബാക്സ് എടുക്കുന്നത്. അപ്പൊ അത് എടുത്തപ്പോ എന്നെ അത്ഭുതപ്പെടുത്തി. അതായത് ഞാൻ പോലും വണ്ടറായി പോയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരാൾ എന്നോട് വന്ന് പറയാണ്, പിന്നെ ഈ 7 ദിവസം എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. എനിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അതിജീവിക്കാനും തരണം ചെയ്യാനുള്ള ഒരു മനക്കരുത്ത്, ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനിതൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ഇങ്ങനെ മെഡിറ്റേഷൻ കൊടുത്തതാണ്, പക്ഷെ അവിടെ അത് സംഭവിച്ചു എന്നുള്ളതാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളുമായിട്ട് സംസാരിക്കുന്ന സബ് കോൺഷ്യസ് മൈൻഡിന്റെ പലരുമായിട്ട് നമ്മളിങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പം നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടത് എന്തോ അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയ ഒരു കാര്യമാണ്. അതായത് അവരെ പ്രശ്നങ്ങൾ ഒരിക്കലും അവർ ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ എന്ത് മെഡിറ്റേഷൻ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഞാൻ അവരോടും പറഞ്ഞിട്ടില്ല. ബട്ട് ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളത്, ദാറ്റ് ഈസ് എ മാജിക്. ദാറ്റ് ഈസ് എ മാജിക്. നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും ഒരാളോട് പറയണമെന്നില്ല, നമ്മൾ പറയാതെ തന്നെ അത് സൊല്യൂഷൻ ബ്രിങ്സ് ചെയ്യും. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി മെഡിറ്റേഷൻ? കാരണം ഞാൻ അറിയാത്ത ഒരാളായിരുന്നു, നിങ്ങൾ എങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് വന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, ഞാനൊരു എന്റെ ബ്രദർ എനിക്ക് അയച്ചു തന്നതാണ്. അപ്പൊ ആരാണ് ബ്രദർ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ ഞാൻ അറിയുന്ന എന്റെ ഒരു ഫ്രണ്ടാണ്, എന്റെ സ്കൂൾ ഗ്രൂപ്പിലുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പം സംഭവം ഞാനിതിപ്പോ എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്തിടുന്നുണ്ട്. അപ്പൊ അവനെന്തോ തോന്നിയപ്പോ അവൻ അവന്റെ സിസ്റ്ററിനോ അവന്റെ റിലേറ്റീവിന് അത് സെൻഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തപ്പോ അവർക്ക് അത് ഉപകാരപ്പെടുന്ന വെച്ചാൽ അവരും കയറി. ഓക്കെ, സി ഹൗ ദിസ് ഇസ് വർക്കിംഗ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്തൊരു അത്ഭുത അല്ലെ. ഹലോ, ഓക്കെ, പെട്ടെന്ന് കട്ടായപ്പോ. ഓക്കെ, അപ്പം ഇതെന്തൊരു അത്ഭുതമാണ് അല്ലെ. ഞാനിങ്ങനെ അത്ഭുതത്തോട് ചിന്തിച്ചു, കാരണം ഇന്നേ വരെ കാണാത്ത 2 ആൾക്കാര്, ഞാനും അവരും കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റ്, ഒരു പ്രോഗ്രാം വരുന്നു, മെഡിറ്റേഷൻ പ്രോഗ്രാം വരുന്നു. ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് അവരുടെ പ്രശ്നങ്ങൾ തീരുന്നു എന്നുള്ളത് എത്ര ഭയങ്കര ഒരു, എനിക്ക് ഭയങ്കര ഒരു ഡിവൈൻ്റെ ഒരു എന്ത് പറഞ്ഞ ഒരു ഇടപെടലുള്ള പോലെ തോന്നി. കാരണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ആയിട്ട് നമുക്ക് പ്രശ്നങ്ങളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ അത് സീക്ക് ചെയ്താല് നമുക്ക് യൂണിവേഴ്സിൽ നിന്നും അതിന്റെ ഉത്തരങ്ങൾ കിട്ടും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം തിങ് ഹാപ്പൻ ഹിയർ അല്ലെ. അവരിപ്പോ എന്തൊക്കെയോ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അപ്പൊ അവർ ചോദിച്ചിട്ടുണ്ടാവും അല്ലെ, ക്രിയേറ്റർ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിക്കൂ ഞാൻ ഉത്തരം നൽകാമെന്ന് പറയുന്നുണ്ട് അല്ലെ. അതേപോലെ അന്വേഷിക്കുകയും കണ്ടെത്തും അതുപോലൊക്കെ പറയുന്നുണ്ട്. അപ്പം
അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ നമ്മൾ ആസ്ക്, നമ്മൾ ചോദിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് എത്തും, നമ്മളിലേക്ക് അത് എത്തിക്കപ്പെടും എന്നുള്ളതാണ്. കാരണം അതെങ്ങനെ എത്തും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഹൗ വിൽ ഇറ്റ് ഹാപ്പൻ? കാരണം അവിടെ ലോജിക്ക് വെച്ച് പ്രവർത്തിച്ചാൽ ഒരു പക്ഷെ ഒന്നും നടക്കില്ല. വി ഹാവ് ടു ബിലീവ് ഇൻ മാജിക്. ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കൂല. ബട്ട് ജസ്റ്റ് സിംപ്ലി ബിലീവ് ഇൻ ദ മാജിക്, അല്ലെ? ആ മാജിക്കിൽ നമ്മൾ ബിലീവ് ചെയ്ത് ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മുടെ മുന്നിലേക്ക് എത്തും. അതല്ലേ ഈ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ വന്ന വ്യക്തിക്കും സംഭവിച്ചത്. അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല അവർക്ക് ഈ ഒരു രീതിയിൽ അവരിങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ദിസ് ഇസ് സിംപ്ലി പ്യുവർലി മാജിക്. അപ്പൊ നമ്മളൊക്കെ മുതിർന്നവരാകുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മാജിക്കിൽ വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം തോന്നുന്നു, അല്ലെ? കാരണം ഞാൻ ഈ സീക്രട്ട് ബുക്കിന്റെ ഫസ്റ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഡു യു ബിലീവ് ഇൻ മാജിക്? അഡൽട്ട് ആയിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് ഇപ്പോഴും മാജിക്കിൽ വിശ്വാസം? കാരണം നമ്മളൊക്കെ അറിയാതെ ഈ ഒരു മാജിക് വിശ്വസിക്കുന്നത് നമ്മളിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടല്ലേ. ചെറിയ കുട്ടികളൊക്കെ ആയിരുന്നപ്പോൾ നമ്മൾ ഒരുപാട് മാജിക്, അതായത് ഫെയറി ടെയിൽസ് കേൾക്കുമ്പോഴും ആരെങ്കിലും നമ്മളോട് അങ്ങോട്ട് കൊണ്ടുപോകും ഇങ്ങോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും. നമ്മൾ അതിലൊക്കെ എന്താ പറയാ, ഇപ്പം ഈ സിൻഡ്രല്ലയിൽ വരുന്ന പംകിനും ഇതൊക്കെ ബാൻഡ് വന്നിട്ട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത് പെട്ടെന്ന് വിശ്വസിക്കും. കാരണം അത്രയും നിഷ്കളങ്കമായ മനസ്സാണ്. നമ്മൾ അവിടെ ലോജിക്കിന് ഒരു സ്ഥാനേ കൊടുക്കുന്നില്ല. ആ ഒരു മൈൻഡാണ് ആക്ച്വലി അഡൽട്ട് കുട്ടിലും മുതിർന്നവരാകുമ്പോഴും നമുക്ക് വേണ്ടത്. പക്ഷെ നമ്മൾ വലുതായി 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 വരുമ്പോൾ ആ ഒരു സംഭവം നമ്മളിൽ നിന്ന് ഇല്ലാതാകുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ഇപ്പൊ മാജിക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്. ഇപ്പൊ നമ്മളിങ്ങനെ രാത്രിയൊക്കെ പോകുമ്പോഴേ എന്റെ കുട്ടികൾ എന്നോട് ചോദിക്കും, പിന്നെ ഇതെന്താ മൂണ് നമ്മളെ പിന്നാലെ വരുന്നത് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, മൂണിന് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് പിന്നാലെ വരുന്നത് എന്ന് പറയും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ക്രിയേറ്റീവ് ആയിട്ട് ഇങ്ങനെ പറയാം. അപ്പം എന്താണ് ഈ മൂണിന് ഇഷ്ടമായോണ്ടാണല്ലോ നമ്മുടെ പിന്നാലെ വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം മൂണിനെ കാണാൻ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ അവരോട് ഇത് പറയുകയാണെങ്കിൽ അവരാകെ ആദ്യം ഒന്ന് വണ്ടണം, അങ്ങോട്ടേക്കൊക്കെ പോകാൻ പറ്റും, അത് കുറെ ദൂരല്ലേ? ഇല്ല, അതൊക്കെ നമുക്ക് വലിയതായാലും നമുക്ക് പോകാൻ പറ്റും. നീ റെഡി ആയിക്കോ, നമുക്ക് വലുതായിട്ട് പോവാം എന്ന് നമ്മൾ പറയുമ്പോൾ അവര് വിശ്വസിക്കുന്ന ഒരാളുണ്ട്, അതായത് അവരെ പാരന്റ്സ്, അവരുടെ രക്ഷിതാവ്. ആ രക്ഷിതാവ് പറയുന്ന എന്തും വിശ്വസിക്കുന്ന ഈ കുട്ടികള് എന്താണ് മൂണിലേക്ക് കൊണ്ടുപോകുന്നുള്ള വിശ്വാസത്തില് അവര് ഇതെടുക്കും. ബിക്കോസ് ദേ ആർ ബിലീവ്. അവർക്കറിയാം ദൂരാണ്, പക്ഷെ നടക്കുമല്ലേ എന്നൊക്കെ ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും, നിന്നെ ഞാൻ കൊണ്ടുപോകും, നിന്നെ ഞാൻ അവിടെ എത്തിക്കും എന്ന് പറയുമ്പോൾ ദേ ആർ ബിലീവിങ് ഇൻ ഇറ്റ് ബ്ലൈൻഡ്ലി എന്നുള്ളതാണ്. ദേ ആർ ബിലീവിങ് ഇൻ ദ മാജിക് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു രീതിയിൽ അതല്ല, ഇങ്ങനത്തെ മാജിക്കുകൾ അല്ലാതെ നിങ്ങളെല്ലാരും ഈ കാണുന്ന ആൾക്കാരെല്ലാരും മുകളിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞ് വിശ്വസിക്കാനല്ല ഞാൻ പറയുന്നത്. ബട്ട് നമുക്ക് ഇങ്ങനത്തെ നല്ല നല്ല കാര്യം, ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നമ്മൾ മാജിക്കിൽ ബിലീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് എത്താനും അത് നേടാനും നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു രക്ഷിതാവിന്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, അല്ലെ? അതായത് ഈ കുട്ടി ഇവിടെ അവിടേക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ കാരണം ബിക്കോസ് അവിടെ ആ രക്ഷിതാവിലുള്ള വിശ്വാസമാണ്, ആ പാരന്റിലുള്ള വിശ്വാസമാണ്. നമ്മൾ പൊതുവെ രക്ഷിതാവ് എന്ന് നമ്മൾ കൊടുക്കല് പൊതുവെ നമ്മൾ ഉമ്മനെപ്പനെയും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ നമ്മൾ എന്താ പറയാ, പാരന്റ്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവിടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ രക്ഷിതാക്കളാണ്. ഈ രക്ഷിതാവ് എന്നുള്ള നമ്മൾ ആ ഒരു രക്ഷിതാവ്, പാരന്റിന്റെ മലയാളം മീനിങ് ആണ് രക്ഷിതാവ്. പക്ഷെ അതിന്റെ ഒരു അർത്ഥം നോക്കുമ്പോൾ നമ്മുടെ രക്ഷക്കെത്തുന്നവൻ, അല്ലെ? നമ്മളെ രക്ഷിക്കുന്നവൻ എന്നൊക്കെയുള്ള ഒരു മോഡൽ വരും. അപ്പൊ പൊതുവെ രക്ഷിതാവിന്റെ ഒപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പാസ്പോർട്ടിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വില്ലേജ് ഓഫീസിലൊക്കെ പോകുമ്പോഴായിരിക്കും അവിടെ നമ്മൾ ആ രക്ഷിതാവിന്റെ ഒപ്പ്, പാരന്റ്സിന്റെ ഇത് കാണിക്കുന്നു, നമ്മൾ ഒപ്പ് വാങ്ങുന്നു. ഈ ഒരു മോഡിലാണ് നമ്മൾ രക്ഷിതാവ് എന്നുള്ള സങ്കല്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് എന്നുള്ളതാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഏഹ്, ഈ പാരന്റ്സ് എന്നുള്ളത് രക്ഷിതാവാണ്. ഇപ്പൊ നമ്മുടെ ക്രിയേറ്റർ അതായത് സൃഷ്ടാവ് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ സൃഷ്ടാവ് ആക്ച്വലി ഒരു രക്ഷിതാവല്ലേ, അല്ലെ? നമ്മുടെ ഈ ഭൂമിയിൽ ഇരിക്കുന്ന നമ്മളുടെ രക്ഷിതാവ് പാരന്റ്സ് പറയുന്നത് എന്തും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ അവരെ വേർഡ്സിലും അവരെ ആക്ഷൻസിലും വിശ്വസിച്ചിട്ടാണ് പലപ്പോഴും കുട്ടികൾ ഇങ്ങനെ വളർന്ന് 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 വരുന്നത്. അവിടെ ഏറ്റവും മോസ്റ്റ് ട്രസ്റ്റഡ് സ്പേസ് ആണ് അവരുടെ പാരന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്രിയേറ്ററും ഒരു രക്ഷിതാവല്ലേ? നമ്മുടെ പാരന്റ്സിന് കുട്ടികൾ അനങ്ങിയാൽ അറിയുമെന്ന് പറയും, അല്ലെ? അവരെന്ത് കളിച്ചാലും, നീ എന്ത് കളിച്ചാലും ഞാൻ അറിയൂട്ടോ എന്ന് പലപ്പോഴും കുട്ടികളോട് പറയുന്നത് കേൾക്കാറുണ്ട്. ബിക്കോസ് ദേ നോ ദ മൈൻഡ് ഓഫ് ദെയർ ചിൽഡ്രൻ.
കാരണം അവർ അത്രക്കും കണക്റ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് അഥവാ രക്ഷിതാവിന് നമ്മളെ കുറിച്ചും നല്ല അറിവുണ്ടാവില്ലേ, നമ്മുടെ ഓരോ ചിന്തകളെ കുറിച്ചിട്ടും നല്ല അറിവുണ്ടാവില്ലേ, നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ഓരോ വിചാരങ്ങളെ കുറിച്ചിട്ടും അറിവുണ്ടാവില്ലേ. അപ്പൊ നമ്മളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു സൊല്യൂഷനെ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് നമ്മുടെ മനസ്സിൽ കണ്ട് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ എഫേർട്ട് എടുത്ത് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇതെല്ലാം അറിയുന്ന ഒരു രക്ഷിതാവ്, സൃഷ്ടാവ് എന്നതിനപ്പുറത്തേക്ക് ഒരു രക്ഷിതാവ് ഉണ്ട് മുകളിൽ അല്ലെ. ഒരു രക്ഷിതാവ് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ആക്ടിങ് ഫോഴ്സ് ഉണ്ട്. ആ രക്ഷിതാവ് ഇതെല്ലാം കാണുകയും നമുക്ക് വേണ്ടി നമ്മളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്നുള്ള ഒരു വിശ്വാസം, ആ മാജിക്കിലുള്ള വിശ്വാസം നമ്മൾക്ക് ഉണ്ടായാൽ പിന്നെ ലൈഫ് സിമ്പിൾ അല്ലേ. പലർക്കും ഈ ഒരു വിശ്വാസം, ഈ ഒരു മാജിക്കിലുള്ള വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സ്റ്റക്നെസ് വരുന്നതും പ്രതീക്ഷ ഇല്ലാതാവുന്നതും പലപ്പോഴും ഡിപ്രഷനിലേക്ക് പോകുന്നതും ആങ്സൈറ്റിയിലേക്ക് പോകുന്നതും ഒക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷനിലൂടെ കടന്നു പോകാനുള്ള കാരണം ഇതാണ്. ബിക്കോസ് ദേ ആർ നോട്ട് ഏബിൾ ടു ട്രസ്റ്റ് ദാറ്റ് രക്ഷിതാവ്, സൃഷ്ടാവല്ല രക്ഷിതാവ് എന്ന ആ ഒരു സ്പേസ് അവിടെ കൊടുക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിക്കോസ് ദേ ആർ ബീങ് പ്രോഗ്രാംഡ് ഇൻ ദാറ്റ് വേ. നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ ചെയ്ത് വെച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ, അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സ്പേസ് അങ്ങനെ കാണാൻ പറ്റാത്തത് എന്നുള്ളതാണ്. അപ്പം ഇവിടെ ഈ ഒരു മെഡിറ്റേഷനിൽ വന്ന വ്യക്തിക്കും ആക്ച്വലി ഇവരൊന്നും ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവാൻ മതി. അപ്പൊ പ്രാർത്ഥിച്ചപ്പം ഈ രക്ഷിതാവ് അവരെ ഗൈഡ് ചെയ്തിട്ട് ഇവിടെ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ എത്തിച്ചു എന്നുള്ളതാണ്. സി ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് വർക്ക്സ് എന്നുള്ളത് അല്ലെ. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യം ഇങ്ങനെ തന്നെ ഗൈഡഡ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. പിന്നെന്താണ് നമ്മളിലേക്ക് പ്രശ്നം വരുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നമ്മളൊരു വില്ലേജ് ഓഫീസിൽ ഇപ്പൊ അധിക പ്രോസസ്സും അക്ഷയയിലാണല്ലോ നടക്കല്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരു പാസ്പോർട്ടിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അക്ഷയയിൽ പോയി. അപ്പൊ അവിടെ നിങ്ങൾ എന്താണോ അവിടെ ചെയ്യേണ്ടത്, ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഫോട്ടോ എടുത്ത്, സൈൻ ചെയ്യാനുള്ളതൊക്കെ സൈൻ ചെയ്ത് അവിടെ ഏൽപ്പിച്ചിട്ട് അവർ പറയും ഓക്കെ ഇനി നിങ്ങൾ പോയിക്കോളി, ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടോ നിങ്ങളെ വിളിക്കാം, ആ സമയത്ത് നിങ്ങൾ തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞേക്കും. അങ്ങനെ പോകുന്ന നമ്മൾക്ക് നമ്മുടെ ഫീലിംഗ് എന്താണ്? യെസ്, ഞാൻ എനിക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, എന്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്, ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അവര് നോക്കിക്കോ, അവരായിക്കോളും, ഓക്കെ ഇനി ഞാനൊന്നും ചെയ്യേണ്ടതില്ല. അപ്പൊ നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ ഒരു ടെൻഷനും ഇല്ലാതെ ഒരു സ്ട്രെസ്സും ഇല്ലാതാണ് പിന്നെ നമ്മൾ അവിടുന്ന് അക്ഷയെന്ന് പോരുക. കാരണം എവറിത്തിങ് ഈസ് ഡൺ, എല്ലാ ഡോക്യുമെന്റ്സും എല്ലാ ഡോക്യുമെന്റേഷനും ഒക്കെ ശരിയാണ്, എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി കാര്യങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്ക് നടന്നോളും എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് നമ്മൾ പോകുന്നത്. ഈ ഇങ്ങനെയുള്ള ഒരു ഉറപ്പ് നമ്മളെ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഉറപ്പ്, ഇങ്ങനെ ഈ ഒരു കാര്യം, അതായത് നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത്, നമ്മൾ എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ എന്ത് സൊല്യൂഷൻ ആണോ തേടിക്കൊണ്ടിരിക്കുന്നത്, അത് നമുക്ക് ഇവിടെ നമ്മുടെ രക്ഷിതാവിലേക്ക് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു പ്രശ്നം, ഈ ഒരു കാര്യം, ഈ ഒരു അവസ്ഥ, ഈ ഒരു എഫേർട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ ചെയ്തതിന് ശേഷം വി ആർ നോട്ട് ബീങ് ഏബിൾ ടു സറണ്ടർ ഇൻ ടു അവർ ക്രിയേറ്റർ. അതുകൊണ്ടാണ് പലപ്പോഴും പലർക്കും ലൈഫ് ഇത്ര ബ്യൂട്ടിഫുൾ ആണ് എന്ന് തോന്നാത്തത്. നിങ്ങൾ കണ്ടിട്ടില്ലേ പലരും, ഞാൻ ഇപ്പൊ ഭയങ്കര ഒരു കല്യാണം വരികയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കല്യാണം വരികയാണെങ്കിൽ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഈ അവർ കുറെ കാര്യങ്ങൾ ചെയ്യും, പിന്നെ എന്താ ചെയ്യുക? പിന്നെ അവർ ടെൻഷൻ അടിക്കാൻ തോന്നും. ഓ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇനി ഇത്ര പൈസ ഉണ്ടാക്കണം, അതിപ്പോ ആരോട് ചോദിക്കും, ഇതെങ്ങനെ ചോദിക്കും, എങ്ങനെ ആക്കും, അങ്ങനെ ആക്കും എന്ന് പറഞ്ഞിട്ട് സോ മെനി തോട്ട്സ് റഷ് ഇൻ ടു ദെയർ മൈൻഡ്. അപ്പൊ അവരിത് ആലോചിച്ച് അവരിങ്ങനെ എന്താ പറയാ, ആകെ കൂടെ നമ്മള് പ്രഷർ കുക്കറിൽ ഇട്ട പോലെ ആയിരിക്കും. അവർക്ക് പിന്നെ അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറത്ത് അവർ അത്രയും പ്രഷറിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ബട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ ചെയ്തിട്ട് ബാക്കി മുകളിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് അവർക്ക് നീങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലെ. എന്ത് രസമായിരിക്കും അല്ലെ.
പക്ഷെ ഒരു കാര്യമുണ്ട്, ഒന്നും ചെയ്യാതെ മടിയും പണി എടുത്തിട്ട് ഒക്കെ ഇനി മൂപ്പര് നോക്കിക്കോളും എന്നുള്ള മോഡിൽ ഇരുന്നാൽ കാര്യങ്ങൾ നടക്കില്ല. നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. നമുക്ക് ചെയ്യാനുള്ള ഓരോന്നും ചെയ്ത് 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 പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് കൈ തരും എന്നുള്ളതാണ്. അവിടുന്ന് ഇടപെട്ടിട്ട് നമുക്ക് ചെയ്തു തരും എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ചിന്തിക്കുക എന്നുള്ളത്. ദൈവമേ എനിക്ക് ഈ ഒരു പ്രശ്നം, ദൈവമേ എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ തരണമേ എന്ന് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ സിംപ്ലി തോട്ട് ഇട്ട് കൊടുത്താൽ മതി, നമ്മളെ അതിലേക്ക് ഗൈഡ് ചെയ്യും എന്നുള്ളതാണ്. ബട്ട് വാട്ട് വി ഹാവ് ടു കീപ് ഇസ് ദാറ്റ് വി ഹാവ് ടു ട്രസ്റ്റ് ഹിം, വി ഹാവ് ടു ഹാവ് ദ ഫെയ്ത്ത് എന്നുള്ളതാണ്. ഈ ഒരു രണ്ട് കാര്യം ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാം അവിടേക്ക് നമ്മൾ അർപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹി വിൽ ഗൈഡ് അസ്, ഹി വിൽ ഗൈഡ് അസ്. അപ്പം ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഓൾ ഷുഡ് പ്രാക്ടീസ് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. പലപ്പോഴും പലർക്കും ഇതിനെത്താൻ പറ്റാതെ നിൽക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ നമ്മളൊക്കെ കുറെ പ്രോഗ്രാംഡ് ആയിട്ട് വന്നതാണ്, നമ്മളൊക്കെ കുറെ കണ്ടീഷൻ ചെയ്ത് വന്നതാണ്, നമ്മുടെ ഉള്ളിൽ ഒരുപാട് എടുത്ത് ഒഴിവാക്കാനുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്താലേ ഒരു പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കുട്ടിയാണെന്ന് വിചാരിക്കാം, നിങ്ങളുടെ വീട്ടിൽ ഒരു വലിയ പ്രശ്നം നടക്കണം. അപ്പൊ ഈ പ്രശ്നം നടക്കുമ്പോൾ അപ്പുറത്തുനിന്ന് നിങ്ങളെ പേരൻസ്, പിന്നെ നിങ്ങളെ റിലേറ്റീവ്സ്, ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന രീതി നിങ്ങൾ കാണാൻ. ചിലപ്പോൾ അവിടെ അടിപിടി ഉണ്ടാവും, ചിലപ്പോൾ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അവർ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ, ചിലപ്പോൾ അവർ ദേഷ്യം പിടിക്കുന്നത് കാണും. അങ്ങനെ പല സിറ്റുവേഷൻസും പല ഇമോഷൻസും ഇങ്ങനെ അവിടെ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾ നിങ്ങളെ കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് പല രീതിയിലും നിങ്ങൾക്കും ഫീൽ ചെയ്യാണ്. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പോകുമ്പോൾ അവരിങ്ങനെ വേറെ എന്തോ കാര്യം, വലിയ കാര്യം ചിന്തിച്ചോണ്ട് നീ ഒന്നും മിണ്ടാതെ പോയേ, നീ ഇപ്പൊ എവിടേക്ക് വരല്ലേ, നിനക്കിപ്പോ എന്താ അവിടെ കാര്യം, നീ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് നമ്മളൊന്ന് നിർത്തുമ്പോൾ നമ്മളും അതിന്റെ ചൂടൊന്ന് ചെറുതായിട്ട് അറിയുമെന്നുള്ളതാണ്. സോ ഇവിടെ ആ കുട്ടി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, അവർക്കിപ്പം എന്റെ ഫാമിലിയിൽ ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, ഈ പ്രശ്നം വന്നപ്പോൾ ഇവർ കൈകാര്യം ചെയ്യുന്ന രീതി ആ കുട്ടി പോലും അറിയാതെ പഠിക്കുകയാണ്. ഇതെങ്ങനെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ആ കുട്ടി ഇവിടുന്ന് അറിയാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ആരും പറഞ്ഞു പഠിപ്പിക്കല്ലേ, സാധാരണ നമ്മൾ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുക, നമ്മൾ ആരെങ്കിലും പറഞ്ഞു പഠിപ്പിക്കോ, ഇങ്ങനെ ഒരു പ്രശ്നം എക്സാം വരുമ്പോൾ നീ പേടിച്ചുകൊണ്ട് എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നിനക്ക് പൈസ ഇല്ലാത്തപ്പോ നീ വെപ്രാളപ്പെടണം കേട്ടോ, നീ കുറച്ച് ടെൻഷൻ അടിക്കണം കേട്ടോ എന്ന് നമ്മൾ ആരോടെങ്കിലും പറയും? ഇല്ല, നമ്മൾ ആരെയും അങ്ങനെ പറഞ്ഞു പഠിക്കില്ല. ബട്ട് നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഹി മസ്റ്റ് ഹാവ് ബീൻ മോഡൽ ബൈ ഹിസ് ഫ്രം ഹിസ് ഫാമിലി. അതായത് ബാക്കിയുള്ള മെമ്പേഴ്സ്, ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് എങ്ങനെയൊക്കെയോ മോഡൽ ചെയ്ത് പോയി, ആരും പറയാതെ തന്നെ പഠിച്ച കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ പഠിച്ച കാര്യങ്ങൾ നമ്മളെ മനസ്സിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ പറയുന്നത് പ്രോഗ്രാംസ് കയറി കണ്ടീഷൻഡായി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ടാവും. ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട, ഞാൻ എനിക്ക് മക്കളോട് നല്ല രീതിയിലാണ് പെരുമാറേണ്ടത്, പക്ഷെ അറിയാതെ ഒരു ദേഷ്യം. എന്തുകൊണ്ടാ ദേഷ്യം വരണമെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതങ്ങനെ പെട്ടെന്ന് കൊടുക്കി പൊട്ടി വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അറിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇങ്ങനെ പലതും വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് അവർ മൈൻഡ് ഈസ് ബീൻ പ്രോഗ്രാംഡ്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ആരും ചെയ്തു വെച്ചതല്ല, ഇതൊക്കെ അറിയാതെ നമ്മൾ കേറ്റിപ്പോയതാണ്. സോ ഇങ്ങനെ കുറേ അറിയാതെ പഠിച്ചു പോയ കാര്യങ്ങൾ നമ്മൾ പടി ഇറക്കി വിടുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഹ്യൂമൺ ആവാൻ പറ്റുക. അതേപോലെ നല്ല ഈ പറഞ്ഞ പോലെയുള്ള ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈഫിലൂടെ സന്തോഷത്തോടുള്ള ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് കേറിപ്പോയ സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് വി ആർ ഡൂയിങ് ഇൻ അവർ റീപ്രോഗ്രാമിംഗ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇതിന്റെ പ്രത്യേകത. പലർക്കും മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവാത്ത പോലെ എനിക്ക് തോന്നലുണ്ട്. ബട്ട് ദിസ് ഇസ് വാട്ട് വി ആർ ഡൂയിങ്. കാരണം നമ്മൾ കയറ്റി വെച്ച കുറെ സാധനങ്ങൾ നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇറക്കി വിടുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിൽ പല മാജിക്കുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന കാണാം, സന്തോഷം വരുന്നതാണ്, നമ്മുടെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ തുടങ്ങും. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല. ഇറ്റ് ഹാസ് ബീൻ എക്സ്പീരിയൻസ്, ഫ്രം എക്സ്പീരിയൻസും ഞാൻ എന്റെ മെന്റീസിൽ നിന്നുള്ള എക്സ്പീരിയൻസും നിന്നാണ് ഞാനിത് പറയുന്നത്. സോ ഐ സജസ്റ്റ്
അതായത് നമ്മളെല്ലാവരും അൺലേണിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത്. എന്തിനാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിൽ കയറ്റി വെച്ച് ജീവിക്കുന്നത്? എത്ര സിമ്പിൾ ആയിട്ട്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്, എത്ര സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എന്തിനാ നമ്മളെ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നമ്മളിങ്ങനെ വെറുതെ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ നമ്മൾ ഒഴിവാക്കണം. അതായത് ഇങ്ങനത്തെ ബാഡ് നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ഒഴിവാക്കി നമ്മളൊരു നല്ല രീതിയിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന്. സോ ആരെങ്കിലും ഇങ്ങനെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. ഇതേപോലെ തന്നെ ഞാൻ അടുത്ത ആഴ്ച മെഡിറ്റേഷൻ വർക്ക്ഷോപ്പ്, മെഡിറ്റേഷൻ 5 days മെഡിറ്റേഷൻ ആണ് ചെയ്യുന്നത്. അതിന് ഞാൻ 99 rupees ആണ് വെച്ചത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാനായിരുന്നു വിചാരിച്ചത്. അപ്പൊ അത് ഞാൻ ആദ്യത്തിൽ ഞാൻ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് 20ഓളം ആൾക്കാർ വന്നിട്ട് അതിൽ 2-3 ആൾക്കാർ മാത്രമാണ് സ്ഥിരമായിട്ട് വരുന്നുണ്ടായിരുന്നത്. അപ്പൊ ഒരു 99 rupees കൊടുക്കുമ്പോൾ വെച്ചാല് ആ 99 rupeesന് വാല്യൂന്റെ വിചാരിച്ചിട്ട് എന്തെങ്കിലും ആൾക്കാർ കയറുമായിരിക്കും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ സമയത്ത് വന്ന് ഇരിക്കുമായിരിക്കും എന്ന് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു എമൗണ്ട് വെച്ചത്. അല്ലാണ്ട് ആ 99-നുള്ള വാല്യൂ അല്ല ഞാൻ കൊടുത്തത്. അതിന്റെ അപ്പുറത്തേക്കുള്ള വാല്യൂ ആണ് നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം ഉള്ളത്. ബട്ട് വൈ ഐ ഡിഡ് ദിസ് എന്നുള്ളത് ഇതാണ് കാരണം. കാരണം ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഫ്രീ എന്നുള്ള കിട്ടുന്നോട് നമുക്ക് ഇങ്ങനെ പോകാനൊക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ നമുക്ക് നമ്മൾ അവിടെ സമർപ്പിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ സമർപ്പണത്തോട് കൂടിയിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ വ്യക്തി മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ വന്ന സമർപ്പണത്തോട് കൂടിയിട്ട് അവർ ആ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ ഇരുന്നപ്പം ദേ ഹാവ് ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദയർ ലൈഫ് എന്നുള്ളതാണ്. സോ നമ്മൾ എവിടെ നമ്മളെ സമർപ്പിക്കുന്നു, അത് സൃഷ്ടാവിന്റെ മുന്നിലാണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഹീ വിൽ ഗൈഡ് അസ്. അവര് നമ്മളെ ഏറ്റെടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തതും നമ്മളെ ഗൈഡഡും ഒക്കെ ആണ്. പക്ഷെ നമുക്കത് മനസ്സിലാവാത്തതിന് ഉള്ള കാരണം എന്താണെന്ന് വെച്ചാല് ബിക്കോസ് നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു കൂടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ നമുക്കത് എന്ത് ചെയ്യാം, തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തിരിച്ചറിയാത്ത അവസ്ഥയിൽ നിന്നും തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എപ്പോൾ മാറുന്നുവോ അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു, അപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങി എന്നുള്ളതാണ്. സോ ഐ ഇൻവൈറ്റ് ഓൾ ഓഫ് യു ടു അവർ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്. അതേപോലെ തന്നെ നിങ്ങൾ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ കോൺടാക്ട് ചെയ്യുക. ഐ വിൽ ഗിവ് യു മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദിസ്. അപ്പം എല്ലാവരെയും നമുക്ക് അതിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഈ 25th ടോക്ക് സീരീസ് വരെ എന്നെ സപ്പോർട്ട് ചെയ്ത, ഇപ്പം ഓൺലൈൻ അല്ലെങ്കിൽ കൂടി ലൈവ് ആയിട്ട് അല്ലെങ്കിൽ കൂടി റെക്കോർഡിംഗ് സെഷനിലൂടെ ഈ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ആ കാണുന്ന എല്ലാവർക്കും അതായത് ഇവർ കാണുന്നത് പോലും അവരൊരു സപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ ഈ കാണുന്ന എല്ലാവർക്കും എ ഹ്യൂജ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച്. കാരണം നിങ്ങളൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഓരോ ആഴ്ചയും മുടങ്ങാതെ പോകുന്നത്. അതിപ്പോ ഒരാൾ കണ്ടാലും വേണ്ടില്ല, ഐ വിൽ ബി വെരി ഹാപ്പി. ആ ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്താലും എനിക്ക് മടിയില്ല. ഇനിയിപ്പോ ആര് ക്ലാസ്സിൽ വന്ന് ഇരുന്നിട്ടില്ലെങ്കിലും ഐ വിൽ ടേക്ക് ദിസ് സെഷൻ എന്നുള്ളതാണ്. ബിക്കോസ് അത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ഉപകാരപ്പെടുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഇനിയിപ്പോ അവര് നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും ഒന്നുമില്ലെങ്കിൽ കൂടി ഐ വിൽ കണ്ടിന്യൂ ദിസ് സെഷൻ ബിക്കോസ് ദാറ്റ് ഇസ് പാർട്ട് ഓഫ് മൈ മിഷൻ ആൻഡ് വിഷൻ. സോ എന്നെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത, എന്റെ വീഡിയോസ് കണ്ട് പലപ്പോഴായിട്ട് ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ പറയുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കാരണം പറയുന്നവരോട് പ്രത്യേകിച്ചും, കാരണം അത് എനിക്കൊരു പോസിറ്റീവ് ഊർജം എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ദാറ്റ് ഗിവ്സ് മീ ദാറ്റ് എനർജി, ഇറ്റ് ഗിവ്സ് മീ ദാറ്റ് എനർജി ടു മൂവ് ഓൺ, ടു ഗോ ഓൺ എന്നുള്ളതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു എവറിബഡി.